Good morning, all. Good morning. Thank you. Morning. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് അംബിക മാം ആണ്. മാം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, റിട്ടയർഡ് പോളിടെക്നിക് ലെക്ചറർ ആണ്. മാമിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു. മാമിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജി ഓഫ് ലോൺലിനെസ് ആണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. അപ്പൊ മാമിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വെൽക്കം. മോളെ എനിക്കൊന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഹോസ്റ്റ് ആകാം മാം. ഓക്കെ, താങ്ക് യു. ഞാനിപ്പം സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. Ma'am? Yes, we can see it. Logotherapy. Yeah. Okay, better. Full screen ആക്കിക്കോ. ഫുൾ സ്ക്രീൻ ആക്കാനായിട്ട് ടൂൾ ഒന്ന് എടുത്തിട്ട് അതിന്റെ താഴെയുണ്ട് ബോട്ടം. വന്നില്ല മാം? ഫുൾ സ്ക്രീൻ ആയില്ലേ? ഇപ്പായി. യെസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സജ്ന മാം ഫോർ ഒരു പവർഫുൾ ഇൻട്രോ ഒക്കെ തന്ന് നമ്മളെ സ്വാഗതം ചെയ്യുന്ന എന്നും വരുന്ന സജ്നാമിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിൻബിൾ അക്കാദമിയുടെ ഡയറക്ടറായ ഫൈസൽ സാറിന് ശേഷം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും, അവരെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പിന്നെ നമുക്കിന്ന് ഈ എൻ്റെ ഈ ചെറിയ സെഷൻ കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അംബിക, ആലുവയിൽ നിന്നാണ്. അപ്പൊ ബാക്കി ഇൻട്രോ ഒക്കെ മാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരും അതിൽ എൻ്റെ ടോപ്പിക് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലോൺലിനെസ്, സൈക്കോളജി ഓഫ് ലോൺലിനെസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ? ഒരു ഏകാന്തത അല്ലെ, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ, അതിനെയാണ് നമ്മൾ ലോൺലിനെസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഏകാന്തത എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ കൊണ്ടുപോകാം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചാല് ഇതൊക്കെ നമ്മുടെ ഒരു നോളജ് ഷെയറിംഗ് ആണ്. നമുക്ക് കിട്ടുന്ന എന്നേക്കാൾ അറിവുള്ളവരുണ്ടാവും. എല്ലാവരുടെയും വിവരങ്ങൾ കളക്ട് ചെയ്യുക, അത് നമ്മൾ അക്യൂർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുകയും ചെയ്യാലോ. അപ്പൊ എന്താണ് ഞാനിന്ന് അർത്ഥമാക്കുന്നത് വെച്ചാല്, എന്താണ് ലോൺലിനെസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ലോൺലിനെസ് ഉണ്ട്, എലോൺനെസ് ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. അതുപോലെ അത് ഈ ലോൺലിനെസ് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിയെയും അഫക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എന്തൊക്കെ സയൻസ് ആണ് അതുമൂലം നമുക്ക് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നമുക്ക് അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് ഒത്തൊരുമയോടെ അല്ലെങ്കിൽ അതിന് പൂർണ്ണമായി രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലും നമുക്കപ്പോൾ കോപ്പപ്പ് വിത്ത് എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എല്ലാവർക്കും ലോൺലിനെസ് അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും ഇപ്പോഴും. അപ്പൊ നോക്കാം. ഞാനിപ്പോ നമ്മുടെ മദർ തെരേസയുടെ കോട്ട് ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം. ദ മോസ്റ്റ് ടെറിബിൾ പോവർട്ടി ഈസ് ലോൺലിനെസ് എന്നാണ് നമ്മുടെ സമാധാനത്തിന്റെ മാലയായിട്ടുള്ള മദർ തെരേസ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതൊരു പോവർട്ടിയാണ്, ഒരു ദാരിദ്ര്യം തന്നെയാണെന്നാണ് പറയുന്നത്. എന്തിന്റെ ദാരിദ്ര്യം? ലോൺലിനെസ് ആൻഡ് ദ ഫീലിംഗ് ഓഫ് ബീയിങ് അൺലവ്ഡ്. നമ്മൾ മറ്റുള്ളവരെ ആരാലും സ്നേഹിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പോവർട്ടി ആണ് എന്നാണ്
നമ്മുടെ മദർ തെരേസ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരുപാട് കോട്സ് ഉണ്ട് ഇതിനെക്കുറിച്ച്. അപ്പൊ നമുക്ക് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, അത് മാനസികമായും ശാരീരികമായും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഠിനമായ ഒരു ദാരിദ്ര്യം, ഒരു പോവർട്ടി തന്നെയാണ് ലോൺലിനെസ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ലോൺലിനെസ് അല്ലെങ്കിൽ ഏകാന്തത എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. അതൊരു ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അത്, അല്ലെ? നമ്മളെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അതായത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലാതെയാകുമ്പോഴാണ് നമുക്കത് സിവിയർ ആയിട്ട് തോന്നുന്നത്. ലോൺലിനെസ് ഇസ് എ ഫീലിംഗ്, അതെപ്പോഴും ഒരു ഫീലിംഗ് ആണ്, ഒരു ഇമോഷണൽ ആയിട്ട് നമുക്കുണ്ടാകുന്ന ഒരു വിഷമമാണ്, ഒരു ദുരന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് നോട്ട് എ വീക്ക്നെസ്, അത് ആരുടെയും ഒരു വീക്ക്നെസ് അല്ല, അതൊരു ഫീലിംഗ് ആണ്. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എനിവൺ ക്യാൻ എക്സ്പീരിയൻസ്, അത് എപ്പോഴും ആർക്ക് വേണമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. നമ്മള് ഈ പറഞ്ഞ മാതിരി ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയില്ലേ, ആൾക്കൂട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെടാറുണ്ടല്ലോ, അല്ലെ? മിക്കവാറും അങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടാവും. അതും ഒരു ലോൺലിനെസ് തന്നെയാണ്. നമ്മുടെ ചുറ്റും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ ഒറ്റയാകും. അപ്പം നമ്മുടെ സർവീസ് ലൈഫിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു, അല്ലെ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ആൾക്കൂട്ടത്തിന് നടുക്ക് നിൽക്കുമ്പോഴേ ചിലപ്പം തോന്നും ഒറ്റപ്പെട്ട പോലെ. നമ്മള് ഓക്കെ, ഓഫ്കോഴ്സ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊക്കെ പറയാൻ, ഞാൻ ഒരിക്കലും കഥ പറയാറില്ല, എന്റെ ജീവിതവുമായി കണക്ട് ചെയ്ത് പറയാൻ. ഞാനെപ്പോഴും ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ഒരു ട്രാൻസ്ഫർ ഒക്കെ വാങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടലുണ്ട്. കാരണം ആരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടില്ല. കാരണം അവർ അതുവരെ അവിടെ കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നമ്മൾ ഒരാൾ അടർത്തി മാറ്റിക്കൊണ്ട് നമ്മൾ അവിടേക്ക് റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വല്ലാതെ നമ്മളെ ഒറ്റപ്പെടുത്തും. അപ്പൊ അത് വളരെ സിവിയർ ആയിരിക്കും. കാരണം നമുക്ക് കുറെ ദിവസത്തേക്ക് ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്രൗഡിലേക്ക് നമുക്ക് എൻട്രി ഉണ്ടാവില്ല. അവര് മനഃപൂർവ്വമായിട്ടാണോ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു എൻട്രി നമുക്ക് തരില്ല. അപ്പൊ നമുക്ക് സപ്പോർട്ട് ആരുടെയും കിട്ടില്ല. അപ്പൊ നമുക്ക് വല്ലാത്തൊരു ലോൺലിനെസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും എപ്പോഴെങ്കിലും നമ്മളിപ്പോ കുട്ടികളായാലും ഒരു സ്കൂൾ മാറി വേറെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്താ പറഞ്ഞാൽ ലോൺലിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ വയസ്സായവർക്ക് എന്നൊന്നുമില്ല, എല്ലാവർക്കും ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോ നോക്കിയാല് നൊമാഡിയൻസ്, നമ്മുടെ ഏൻഷ്യന്റ് ഹ്യൂമൻ ഇവല്യൂഷൻ തന്നെ എടുത്താലും ആദ്യകാലങ്ങളിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, അന്നും ഇന്നും നമ്മുടെ ക്രോമോസോംസ് ഒക്കെ സെയിം തന്നെ, നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ സെയിം തന്നെ, എല്ലാം സെയിം ആണ്. അന്നും നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒപ്പം അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രക്ചർ തന്നെ എന്നാണ് സയൻസ് പറയുന്നത്. അല്ലാതെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നമ്മൾക്ക് പറ്റില്ല, മനുഷ്യന് ഒരിക്കലും പറ്റാത്ത ഒരു കാര്യമാണ്. എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയെന്ന് വിചാരിക്കുന്നു, എങ്കിലും മനുഷ്യന്റെ കാര്യം ആണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടാത്തവരാണ് എന്ന് പറയാം. ഇപ്പോ രണ്ട് ടൈമുണ്ട്. ചിലപ്പോഴൊക്കെ ലോൺലിനെസ് എലോൺനെസ്സുമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയാ, എലോൺനെസ്സും ലോൺലിനെസ്സും ഒന്നാണോ എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ എലോൺ ആയിരിക്കുക എന്ന് പറയുന്നതും ലോൺലി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. എലോൺ ആയിരിക്കുന്നത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കും, എനിക്കൊന്ന് തനിച്ചിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചോയ്സ് ആയിട്ട് വോളണ്ടിയർ ആയിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് നമുക്ക് എപ്പോഴും മനസ്സിന് ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ പീസ് തരും. അതേപോലെ ഒരു ആത്മപരിശോധന, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ, നമുക്ക് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ, നമുക്ക് ചില ചലഞ്ചസോ ക്രൈസിസോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് തനിച്ചിരുന്നാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടൊന്ന് തനിച്ചിരുന്നാലോ എന്ന് നമ്മൾ വിചാരിക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ പറയുന്നത് എലോൺനെസ് അല്ലെങ്കിൽ ബീയിങ് എലോൺ എന്ന് പറയുന്നത്. അത് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. മിക്കവാറും ഞാനൊക്കെ അത് അനുഭവിക്കാറുണ്ട് ഇപ്പോൾ. കാരണം ആഫ്റ്റർ റിട്ടയർമെന്റ് ഞാനിപ്പോ മക്കളെ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ കാര്യമായിട്ട് നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ കിട്ടുന്ന ഒരവസരമാണത്. അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കത് കിട്ടാം, ഒന്ന് റീചാർജ് ചെയ്യാം, അല്ലെ മാ? നമുക്കൊന്ന് റീചാർജ് ചെയ്യാൻ അത് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല, അല്ലേ? അപ്പൊ നമ്മളെ വല്ലി മാമുണ്ട്, രാജേന്ദ്ര സാറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കുറച്ചുപേരെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു എലോൺനെസ് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും തന്നെ അങ്ങനെയായിരിക്കും, അങ്ങനെയല്ലേ രാജേന്ദ്ര സാറൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടാറില്ലേ? ഞാൻ ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. യെസ് മാം.
യാ ഓഫ് കോഴ്സ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ലോൺനെസ്. ഓ, അത് പക്ഷെ എല്ലാ ലോൺലിനെസ് സാഹചര്യത്തിലും അത് എല്ലാ എന്റേർലി സാഹചര്യത്തിലും അങ്ങനെ ഡിഫറെന്റ്. ഇല്ല. ഓക്കെ എല്ലാ താങ്ക് യു സാഹചര്യത്തിലും ഇല്ല. ഓക്കെ. അപ്പൊ ലോൺലിനെസ് എന്ന് പറയുന്ന അത് എന്റേത് ഡിഫറെന്റാ. അത് നമ്മൾ ഇഷ്ടപ്പെടാതെ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് അല്ലേ? നമ്മളുടെ ഫോഴ്സ്ഡ് ബൈ സർക്കംസ്റ്റാൻസസ്, നമ്മളുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോൺലിനെസ് എന്ന് പറയുന്നത്. അത് പെയിൻഫുൾ ആണ്, സാഡ്നെസ് തരുന്നതാണ്, എനിക്ക് ശൂന്യത ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ഇമോഷണലി മറ്റുള്ളവരുമായിട്ട് ഡിസ്കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത് നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ലോൺനെസ്സും ലോൺലിനെസ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ വിചാരിക്കും നമുക്ക് തനിച്ചിരുന്നാൽ എന്താ കുഴപ്പം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് ലോൺനെസ് ആണ്, ലോൺലിനെസ് അല്ല. ലോൺലിനെസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതെന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ടൈപ്സ് ഓഫ് ലോൺലിനെസ്, പലതരം ലോൺലിനെസ് ഉണ്ട്. നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇമോഷണൽ ലോൺലിനെസ്. ഞാൻ ഇത്തിരി സ്പീഡിൽ പോകും കാരണം ടൈമിന്റെ പ്രശ്നമുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഇമോഷണൽ ലോൺലിനെസ് ആണ് ആദ്യമായി പറയാനുള്ളത്. ക്ലോസ് ആയിട്ടുള്ള നമുക്ക് ഇമോഷണൽ കണക്ഷൻസ് ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ ലോൺലിനെസ് അനുഭവപ്പെടുക. അപ്പൊ നമുക്ക് കാണാം നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ ഇമോഷണൽ ലോൺലിനെസ് അനുഭവിക്കുന്നവരുണ്ട്. നമ്മളിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഓക്കെ എന്ന് തോന്നിയാലും അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അവരും ഇമോഷണൽ ലോൺലിനെസ് അനുഭവിക്കുന്നവരായിരിക്കും. എനിക്ക് തോന്നുന്നത് ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്നവര്, മാരിറ്റൽ ലൈഫിലായാലും അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായും ഇമോഷണൽ ലോൺലിനെസ് അനുഭവിക്കുന്നവരാണ്. അതുപോലെ സോഷ്യൽ ലോൺലിനെസ്, നമുക്കറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സോഷ്യൽ ലോൺലിനെസ്, കണക്ടിവിറ്റി ഉണ്ടാകില്ല. അതുപോലെ സിറ്റുവേഷൻ ലോൺലിനെസ്, ഒരു ലൈഫിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചേഞ്ച്, നമ്മൾ ട്രാൻസ്ഫറോ സ്കൂൾ ചേഞ്ചസ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വീട് മാറി വേറെ സ്ഥലത്തേക്ക് പോവുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് സിറ്റുവേഷണൽ ലോൺലിനെസ് അനുഭവിച്ചിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ സർവീസ് ലൈഫിൽ സ്ഥാപനങ്ങൾ മാത്രമല്ല മാറുന്നത്, ഒരു വീടടക്കം മാറുന്നുണ്ട്. അപ്പൊ ആ വീടടക്കുമ്പോൾ നമുക്ക് ആ വീട് മാറുമ്പോൾ ഒരു സിറ്റുവേഷണൽ ലോൺലിനെസ്, ഇമോഷണൽ ലോൺലിനെസ് കൂടി വരും. കാരണം ആ വീടിനോട് എനിക്കൊരു കണക്ടിവിറ്റി ഉണ്ടാവും, ഒരു ഇമോഷൻ ഉണ്ടാവും, ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് വിട്ട് നമ്മൾ കൂട് വിട്ട് കൂട് മാറാന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. വേറൊരു കൂട്ടിലേക്ക് നമുക്ക് അത് നമ്മുടെ മൃഗങ്ങളിലായാലും പക്ഷികളിലായാലും നമ്മളത് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഒരു കൂട് വിട്ടിട്ട് വേറൊരു കൂട്, നമ്മൾ എത്ര നല്ല കൂട് പണിത് കൊടുത്താലും അതിന് ഇഷ്ടാവില്ല, അത് നമ്മൾ താമസിക്കില്ല. ഈവൻ നമ്മളൊന്ന് ഒരു ബേർഡിന്റെ നെസ്റ്റ് ആണ് നമ്മളൊന്ന് ടച്ച് ചെയ്താൽ പോലും പിന്നീട് അത് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷണൽ ലോൺലിനെസ് നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എക്സിസ്റ്റൻഷ്യൽ ലോൺലിനെസ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ഫ്രം ലൈഫ്. അത് കുറച്ചും കൂടി സിവിയർ ആണ്. നമുക്ക് ലൈഫിനോട് തന്നെ ഒരു മടുപ്പ് തോന്നുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ലോൺലിനെസ് വരുന്നത്. അപ്പൊ ഇതിലൊക്കെ ഏതാണ് കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്ന എക്സിസ്റ്റൻഷ്യൽ ലോൺലിനെസ് ആണ് കുറച്ചുകൂടി സിവിയർ എന്ന് തോന്നുന്നു. ഇന്ററാക്ഷൻ സമയം കുറവായതുകൊണ്ട് ഞാൻ പോവുകയാണ് അടുത്ത സ്ലൈഡിലേക്ക്. അപ്പോൾ അടുത്തത് കോസസ്, എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം. നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ലോസ് ഓഫ് ലവ്ഡ് വൺസ് അല്ലെ, നമുക്ക് ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ മരണം നമ്മളെ വല്ലാതെ ലോൺലിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ ഡൈവോഴ്സ് ഓഫ് സെപ്പറേഷൻ, അതുപോലെ നേരത്തെ പറഞ്ഞ മാതിരി മൂവിങ് ടു എ ന്യൂ പ്ലേസ്, റിട്ടയർമെന്റ് ഓൾസോ ഈസ് എ ലോൺലിനെസ്. ഞാൻ ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ സർവീസ് ലൈഫിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പം എനിക്ക് കണ്ണ് അറിയാൻ മേലായിരുന്നു. വേറെ ഒന്നുകൊണ്ടല്ല, പിറ്റേ ദിവസം തുടങ്ങി ഞാൻ എൻ്റെ ചുറ്റും എനിക്ക് എൻ്റെ കുട്ടികളോ ഇല്ല എന്നുള്ളത് ഒരു സത്യം അങ്ങ് മനസ്സിലാക്കിയപ്പോൾ വല്ലാത്തൊരു ലോൺലിനെസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കുറെ ദിവസത്തേക്ക് ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതിന്റെ കാരണം ഈ റിട്ടയർമെന്റ് അങ്ങനെ ഒരു ലോൺലിനെസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ സോഷ്യൽ ആൻസൈറ്റി, ലോ സെൽഫ് എസ്റ്റീം, നമുക്ക് ആത്മാഭിമാനത്തിന്റെ കുറവ് അല്ലെങ്കിൽ ആ ഒരു ഇതും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ എക്സസീവ് സോഷ്യൽ മീഡിയ യൂസ്, ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നാലും നമുക്ക് അത്തരത്തിലുള്ള ലോൺലിനെസ് കൊണ്ടുവരും. നമുക്ക് ഒരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡോപ്പമിൻ ഹൈക്ക് ഒക്കെ അത് കൊണ്ടുവരും. എങ്കിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് നേരിടുന്ന നമ്മൾ സോഷ്യലി ഡിസ്കണക്റ്റഡ് ആവും. അപ്പൊ അതും ഒരു ഇതാണ്, കോസാണ്. അതുപോലെ ബിസി ലൈഫ് സ്റ്റൈല്, നമുക്ക് അറിയാം ഇപ്പൊ എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്, ഓടി നടക്കുന്നു. അതും നമുക്ക് ഒരു ലോൺലിനെസ് കൊണ്ടുതരുന്നുണ്ട്.
അപ്പൊ ഇനി ഞാൻ പറഞ്ഞ മാതിരി എല്ലാ സ്റ്റേജസിലും നമ്മൾ ഈ ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ചൈൽഡ്ഹുഡിൽ നമുക്ക് എന്ത് ലോൺലിനെസ് എന്താണ് റീസൺ എന്ന് നോക്കാം. ചൈൽഡ്ഹുഡിലെ റീസൺ എന്ന് പറഞ്ഞാൽ ബുള്ളിയിങ് ആണ്. കുട്ടികളുടെ നേരെയുള്ള ആക്രമണങ്ങളോ പീഡനങ്ങളോ അത്തരത്തിൽ വന്നാൽ ഈ കുട്ടി ഒരു ലോൺലിനെസ് അനുഭവപ്പെടും. അതുപോലെ സാമൂഹികമായി ഒറ്റപ്പെടുത്തും. ഇപ്പൊ അത് അധികം ഇല്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഉണ്ട്, കുട്ടികൾ അത് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ എത്ര നമ്മൾ സമൂഹ സയൻസ് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു കള്ളന്റെ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ഈവൻ ഒരു ബംഗാളിയുടെ കുഞ്ഞാണ് എങ്കിൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആ കുട്ടിയെ എത്ര ചേർത്ത് പിടിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹം ആ കുട്ടികളെ എത്ര ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മളത് എപ്പോഴും ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹികമായി ഒറ്റപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഒരു ക്രിമിനലിന്റെ കുഞ്ഞായിട്ടെ അവന് സ്കൂളിലേക്ക് വരുമ്പോൾ ആ കുട്ടി തെറ്റുകാരനൊന്നുമല്ല, പക്ഷെ നമ്മൾ ആ കുട്ടിയെ ചേർത്ത് പിടിക്കാറുണ്ടോ, അതൊക്കെ നമ്മളൊന്ന് നോക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാമൂഹികമായി ഒറ്റപ്പെടുത്തൽ നിൽക്കുന്നുണ്ട് കുട്ടികളുടെ കേസിൽ. അത് ഏത് ലൈഫ് ലോങ്ങും വരെ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നുള്ളതാണ്. അഡോളസൻസിലായാലും ഫിയർ പ്രഷർ, ഐഡന്റിറ്റി കൺഫ്യൂഷൻ, അതൊക്കെ നമുക്കറിയാം. അടുത്തത് അഡൾട്ട്ഹുഡിലാണെങ്കിൽ വർക്ക് സ്ട്രെസ്, പിന്നെ റിലേഷൻഷിപ്പ് ചലഞ്ചസ്, ഇതൊക്കെയാണ് അഡൾട്ട്ഹുഡിൽ വരിക. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പോകുന്നില്ല, കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ വർക്ക് സ്ട്രെസ്സും പിന്നെ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രോബ്ലംസ് ആണ് അവിടെ വരുന്നത്. ഓൾഡർ ഏജിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി സിവിയർ ആയിട്ട് നമ്മൾ ഈ ഒരു ലോൺലിനെസ്സിലേക്ക് പോകുന്നത്. മീൻസ് റിട്ടയർമെന്റ്, ലോസ് ഓഫ് സ്പൗസ് ആൻഡ് റെഡ്യൂസ്ഡ് സോഷ്യൽ കോണ്ടാക്ട്, ഇത് വളരെ, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന അകൽച്ച. മീൻസ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 20% ഈ സീനിയർ സിറ്റിസൺസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ കൂടുതലായോ എന്നറിയില്ല. എന്തായാലും അതിൻ്റെ അകത്ത് തന്നെ എത്ര പേര് എനിക്ക് തോന്നുന്നത് അധികം പേരും മീൻസ് എല്ലാവരുടെയും കുട്ടികൾ മൈഗ്രേറ്റഡ് ആണ് അല്ലെ, യൂറോപ്യൻ കൺട്രീസിലോ എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നു. അത് നമ്മൾ അഭിമാനത്തോടെ പറയുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഏജ് അങ്ങോട്ട് പോകുന്നതോറും എത്ര പണമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ കൊണ്ട് എന്ന് പറഞ്ഞാലും ബിക്കോസ് ഓഫ് നോ യൂസ്, ഒരു യൂസും ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് വരും. അപ്പൊ അത് നമ്മളിനി കാണേണ്ടതാണ്. ഇനി അതിനെ ഫേസ് ചെയ്യണം. ആഫ്റ്റർ റിട്ടയർമെന്റ് എനിക്കും 60 കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളും അതിനെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഒരുപാട് ഈ ലോൺലിനെസ്സിനെ കുറിച്ചിട്ട് ഇതൊക്കെയാണ് അതിന്റെ ഇത് വരിക. ഇനി എന്തൊക്കെയാണ് അതുമൂലം ഈ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആഘാതങ്ങൾ എന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് സൈക്കോളജി ആണല്ലോ നമ്മൾ നോക്കണ്ടേ. അപ്പൊ നമ്മൾ സൈക്കോളജിക്കൽ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. സാഡ്നെസ് ഉണ്ടാവും, ആൻസൈറ്റി, ഡിപ്രഷൻ, ലോ സെൽഫ് എസ്റ്റീം, ഓവർ തിങ്കിങ്, പുവർ കോൺസെൻട്രേഷൻ, ഇത്രയാണ് അതിന്റെ സൈക്കോളജിക്കൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇതാണ് അതിന്റെ സൈക്കോളജിക്കൽ ഇഫക്റ്റ്. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫിസിക്കലി എന്താണ്? പുവർ സ്ലീപ്പ് ആയിരിക്കും. നമുക്കറിയാം ഈ ഒരുപാട് പ്രായമായവർക്കൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ലോൺലിനെസ് അനുഭവിക്കുന്നവർക്കൊന്നും ഉറക്കം കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. ഫെറ്റിഗ് ആണ്, ക്ഷീണം ഉണ്ടാവും, വീക്കെൻഡ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ പോകും. അതുപോലെ BP ഹൈക്ക് ഉണ്ടാകും, ഹെഡ് ഏക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അറ്റാക്ക്, ഹാർട്ട് ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതൽ ഈ ലോൺലിനെസ് അനുഭവിക്കുന്ന ഈ ക്ലൈന്റ്, ആരായാലും ക്ലൈന്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രെസ് ഹോർമോണിന്റെ ഒരു ഹൈക്കും കൂടി ഇവിടെ ഉണ്ടാവും. കോർട്ടിസോൾ ആണ് സ്ട്രെസ് ഹോർമോൺ. അത് ഹൈപ്പോതലാമസ്, അമിഗ്ഡാല ഇതിന്റെയൊക്കെ പ്രവർത്തനം മൂലമാണ് അങ്ങനെയുള്ള ഒരു കോർട്ടിസോളിന്റെ ഹൈക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ സ്ട്രെസ് ഹോർമോൺ ഇൻക്രീസ് ആയാൽ തന്നെ നമുക്കറിയാം ദാറ്റ് വിൽ അഫക്റ്റ് അവർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഏത് ലൈഫ് സ്റ്റൈൽ ഡിസീസസും വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് എന്തൊക്കെ ഭാഗത്ത് ഈ സ്ട്രെസ് അല്ലെങ്കിൽ ലോൺലിനെസ് അഫക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഒരു നല്ല ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലോൺലിനെസ് ഇല്ലാത്ത ഒരു വീട്ടിൽ ഒരു സാഹചര്യം എടുത്തു നോക്കുമ്പോൾ അവിടുത്തെ പാരന്റ്സ്, അതിപ്പോ മദർ ആയാലും ഫാദർ ആയാലും എത്ര ഓൾഡ് ഏജ് പീപ്പിൾ ആയാലും അവരെത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല, അവർക്ക് ഒരു ഓർമ്മക്കുറവില്ല, അവർ സന്തോഷമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നതാണ്. കേണൽസ് അങ്ങനെയുള്ളവരൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആക്റ്റീവാണ്. അപ്പൊ സർവീസിൽ നിന്ന് പോകുന്നവര് അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചും കൂടി നമുക്ക് ആക്റ്റീവായിട്ട് കാണപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബ്രെയിനെ പല ഭാഗങ്ങളും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. അമിഗ്ഡാല എല്ലാവർക്കും അറിയാം നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അതുപോലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അവിടെ നമ്മൾക്ക് എന്താണ്ടാവുക, അത് ഈ അമിഗ്ഡാലയൊക്കെ ഇത് അഫക്ട് ചെയ്താൽ കൂടുതൽ ഫിയർ ആണ് നമുക്ക് വരിക. ലോൺലിനെസ് എന്ന് പറയുന്നതിന് അമിഗ്ഡാല ആക്ടിവേറ്റ് ചെയ്ത് ഫിയർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഭയം വരുമ്പോൾ നമ്മുടെ ഹിപ്പോ തലാമസ് ആക്ടിവേറ്റ് ആയിട്ട് കോർട്ടിസോൾ, ഫൈറ്റോ
ഫ്ലൈറ്റ് ഹോർമോൺ അതാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ആ സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മളെ വല്ലാതെ അഫക്ട് ചെയ്യും. നമ്മുടെ ഡിസീസസ് എന്ത് കാര്യവും ലൈഫ് ഡിസീസസ് ഇൻക്രീസ് ചെയ്യാൻ ഇത് കാരണമാകും. അതുപോലെ തന്നെ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരുവിധം ബ്രെയിൻ സയൻസ് അറിയാവുന്നവർക്ക് എല്ലാം മനസ്സിലാകും. അത് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്, ലോജിക്കൽ തിങ്കിങ്, നമ്മുടെ പ്ലാനിങ് എല്ലാത്തിനെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മെമ്മറി, റിവാർഡ് സിസ്റ്റം, ഇതിനെല്ലാം അത് അഫക്ട് ചെയ്യുന്ന മൂലം ടോട്ടലി ഒരു ബ്രെയിൻ അല്ലെങ്കിൽ എന്താ പറയാ മെമ്മറി ഇമ്പയർമെന്റ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമാന്ദ്യം സംഭവിച്ച പോലെ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ മാതിരി ഒരു ഓർമ്മശക്തി ഇല്ലാത്ത പോലെയൊക്കെയാണ് നമ്മൾ. അങ്ങനെ ലോങ് ടൈമിൽ ഈ ലോൺലിനെസ് അനുഭവിച്ചാൽ ഒരു വ്യക്തി അത്തരത്തിലേക്ക് കൺവെർട്ടഡ് ആയി പോകും. നമുക്ക് അറിയാലോ, നമുക്കിപ്പോ മീൻസ് നമുക്ക് അൽസൈമേഴ്സ് ആയാലും ഡിമെൻഷ്യ ആയാലും അതിനകത്ത് പറയുന്നത് നമ്മൾ ലോൺലിനെസ്സിക്ക് അവരെ വിടരുത് എന്നാണ്. ഈ ലോൺലിനെസ്സിക്ക് വിട്ടാൽ ഇത്തരത്തിലുള്ള കാലക്രമേണ ആര് വേണമെങ്കിലും ഈ മെമ്മറി ലോസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്, എസ്പെഷ്യലി ഇൻ ഓൾഡർ ഏജ്. ഐ തിങ്ക് സോ. ഇനി അതിനകത്ത് ഈ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഈസ് നാച്ചുറലി ഡിസൈൻഡ് ഫോർ കണക്ഷൻ എന്നാണ്. ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ കണക്ഷൻ. നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിനിലെ കൺസ്ട്രക്ഷൻ തന്നെ. അപ്പൊ അത് നമ്മൾ കണക്കിലാക്കാം. അപ്പൊ ഇനിയിപ്പോ ഞാൻ സ്റ്റോറിയിലേക്കൊന്നും പോകുന്നില്ല, സ്റ്റോറിക്കൊന്നും സമയമില്ല, അതുകൊണ്ട് ക്ഷമിക്കാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് കണക്ടിവിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യലി കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് ടു സമ്മൺ റെഗുലർലി. ദിവസേന നമ്മൾ ആരോഗ്യമായിട്ടൊക്കെ നമ്മളൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് കണക്ടിവിറ്റി അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആശയത്തിന്റെ പുറത്താണ് ഞാൻ സൈക്കോളജി പഠിക്കാൻ പോയതും അതുവഴി ഇവിടെ കണക്റ്റഡ് ആയിട്ട് എനിക്കിപ്പോ ഒരുപാട് ഗ്രൂപ്പിൽ ഞാൻ മെമ്പറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എനിക്ക്. എസ്പെഷ്യലി യങ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ എന്റെ ഗ്രൂപ്പിലുണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷമാണ്. കാരണം ഞാനും ആൾവേസ് യങ് ആയിട്ട് ആണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒക്കെ ആയിട്ട് റെഗുലർ ആയിട്ട് സംസാരിക്കുക. ഞാൻ എപ്പോഴും റെഗുലർ ആയിട്ട് ഒരാളായിട്ട് സംസാരിക്കാറുണ്ട്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഈവൻ 1 hour ഒക്കെയാണ് സംസാരിക്കുക. അത് എത്ര സമയമില്ലെങ്കിലും ഞാൻ അതിന് സമയം കണ്ടെത്താറുണ്ട്. അതെനിക്ക് തരുന്ന ഹാപ്പിനെസ് ചെറുതല്ല. ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നു. മറ്റുള്ളവരുടെ ജീവിതം എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാൻ സമയക്കുറവ് മൂലമാണ് ചോദിക്കാത്തത്. പ്ലീസ് എക്സ്ക്യൂസ് മീ. അപ്പൊ ഏതെങ്കിലും ക്ലബുകളിലോ ഗ്രൂപ്പുകളിലോ മെമ്പർ ആവുകയാണ് നമ്മളിപ്പോ ചെയ്യുന്നത് തന്നെ അതാണ്. ഓക്കെ, വോളണ്ടിയർ വർക്കൊക്കെ നമുക്ക് ചെയ്യാം. സോഷ്യൽ എന്താ പറയാ കണക്ടിവിറ്റി ഉണ്ടാക്കുക. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാം. സാമൂഹിക ഉള്ളവരായിരിക്കുക എന്നൊക്കെയുള്ളതാണ്. അടുത്ത് നമ്മളെപ്പോഴും നമ്മളെ കെയർ ചെയ്യുക, എക്സസൈസ് ചെയ്യണം. അത് വളരെ ആവശ്യമാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, ഏത് ഏജിലുള്ളവരായാലും എക്സസൈസ് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എന്നെ വളരെയധികം ഉപകാരം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നു. അത് കാണാൻ വന്ന പേരൊന്നുമല്ല, എപ്പോഴും പെയിനാണ്, ജോയിന്റ് പെയിൻ, എന്താ പറയാ നടുവിന്, നെക്ക് പെയിൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് വന്നത്. അപ്പൊ ഈവൻ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ ഏജ് ആണെങ്കിൽ കൂടിയും പുള്ളിക്കാരിയുടെ ഹെൽത്ത് എവിടെ പോയി കിടക്കുന്നു ഞാൻ ആലോചിച്ചു. ഞാൻ അഹങ്കാരം പറയുകയല്ല, ഇതുവരെ എനിക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല. അതിന് കാരണം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ അത്യാവശ്യം മീൻസ് മെഡിറ്റേഷനും യോഗയും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കാലത്ത് ഈ ഗ്രൂപ്പിൽ എനിക്ക് കയറാൻ പറ്റാത്തത്. അതും കൂടി ഒരു സോറി ഞാൻ പറയാണ്. എല്ലാവരും വിചാരിക്കും നമ്മൾ എന്താ ഈ ഗ്രൂപ്പിൽ, പക്ഷെ ഞാൻ എപ്പോഴും റെക്കോർഡ്സ് കാണാറുണ്ട്. എല്ലാവരുടെയും സെഷൻസ് കാണാനും അതിന് കമന്റ്സ് ഇടാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അതുകൂടി ഞാനിപ്പോ പറയാണ്. പിന്നെ ഹെൽത്തി സ്ലീപ്പ്, അത് നമ്മുടെ ഒരു ആവശ്യകതയാണ്. അതുപോലെ ജേർണലിംഗ് അറിയാലോ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഹോബീസ്, നമ്മൾ പെറ്റ്സിനെ വളർത്തുക, അതൊക്കെ ഒരു നല്ല ഹോബിയാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ടൊക്കെ ഉണ്ട്, നമുക്കറിയാം ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകള് പെറ്റ്സിനെ വളർത്തി സന്തോഷം കണ്ടെത്തുന്നവരാണ്. മീൻസ് പട്ടിയായാലും പൂച്ചയായാലും നമുക്ക് അവരോട് സംസാരിച്ചുകൂടെ? മറ്റേ വേറെ ആരും ഇല്ലെങ്കിലല്ലോ, നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും, അവരെവിടെയോ ആകട്ടെ, അവർക്ക് ജീവിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ അവരെ പൂർണ്ണമായി കുറ്റപ്പെടുത്താനൊന്നും ആകില്ല. എങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പെറ്റ്സിനെയൊക്കെ വളർത്തുക, അതൊക്കെ നമ്മുടെ ഹോബി ആക്കിയാലും നമുക്ക് അവരോട് സംസാരിക്കാം. നമുക്ക് ചെടികളോടൊക്കെ സംസാരിക്കാം അല്ലേ സൂസമ്മ? നമുക്ക് ചെടികളോടും ഒക്കെ സംസാരിച്ചിരിക്കാലോ അല്ലേ? അതെ അതെ അതെ, സന്തോഷം തരുന്ന അതെ ഒരു അതെ കാര്യമാണ്.
അതെ അതെ അതെ. എനിക്കൊന്ന് ഇപ്പൊ ഞാൻ കുറച്ച് വളം ഒഴിച്ച് തരട്ടെ, ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ, നീ എന്ത് ഇത് ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. നീ എന്ത് ഇത് ഇങ്ങനെ ഒന്നും പൂക്കുന്നൊന്നും ഇല്ലല്ലോ, എന്താ ഇത് ഇങ്ങനെ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരോട് കുറച്ച് സംസാരിക്കാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. പിന്നെ നമുക്ക് അല്ലാത്തവർക്ക് വേറെ ഹോബീസ് ഒക്കെ ഉണ്ടാവും. ഏത് ഹോബിയാണെന്ന് വെച്ചാൽ നമ്മളത് കണ്ടെത്തി നമ്മളത് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാം. അതുപോലെ എക്സസൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതൊരു വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ യോഗയും മെഡിറ്റേഷനും എല്ലാം നമുക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എക്സസീവ് സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ഉപയോഗം നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അതേപോലെ നെഗറ്റീവ് സെൽഫ് ടോക്ക്, എനിക്ക് പ്രായമായി, എനിക്ക് ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ ഏത് പ്രായത്തിലായാലും എന്നെ കൊണ്ട് കൊള്ളില്ല, എന്റെ സെൽഫ്, അതായത് നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റുന്ന ഒന്നും നമ്മൾ സെൽഫായിട്ട് സംസാരിക്കാണ്ടിരിക്കുക. നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക. എല്ലാവരും യുണീക്കാണ്, എല്ലാവർക്കും എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ലോൺലി അല്ല. നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, കോമളവല്ലി മാം അതൊന്ന് മ്യൂട്ട് ചെയ്യുവോ? ഓക്കെ. ഇനി എപ്പോഴെങ്കിലും നമുക്കൊരു ഹെൽപ്പ് വേണം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഏത് ഏജിലായാലും നമുക്ക് ഹെൽപ്പ് തീരെ. ഇപ്പൊ നമുക്ക് ഒരുപാട് സൈക്കോളജിസ്റ്റുമാരുടെയൊക്കെ ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ അവൈലബിൾ ആണ്, അല്ലെ സൂസന്ന? പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, ഒരുപാട് ഹെൽപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഫ്രണ്ട്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, ഫ്രണ്ട്സ് കണക്ടിവിറ്റി ഉണ്ടാക്കുക. അപ്പൊ ഫാമിലി, ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ്, ഇങ്ങനെ ഒരുപാട് പേരുടെ ആരുടെ ഹെൽപ്പ് വേണമെങ്കിലും. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവർ ഓപ്പൺ ആയിട്ട് ടീച്ചർമാരോട് സംസാരിക്കുക. ഈ ടീച്ചേഴ്സ് ആണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അവർക്ക് ഓപ്പൺ ആയി സംസാരിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് ചിന്തിക്കുക. ഇതൊക്കെയാണ് എന്താ പറയാ സ്ട്രാറ്റജീസ് ഫോർ ഓവർകം ദീസ് ലോൺലിനെസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ വിക്ടർ ഫ്രാങ്കൽ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ന്യൂറോളജിസ്റ്റിന്റെ ഒരു തെറാപ്പിയാണ് ലോഗോ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഇഫക്റ്റീവ് തെറാപ്പി ടു ഓവർകം ദീസ് ലോൺലിനെസ്സിന് നമ്മൾ സ്വീകരിക്കുന്ന ഒരു തെറാപ്പിയാണ്. ഈ CBT ഒക്കെ പോലെ ഒരു തെറാപ്പിയാണ് ലോഗോ തെറാപ്പി. മാം കേട്ടിട്ടുണ്ടോ സൂസൻ മാം ലോഗോ തെറാപ്പിയെ കുറിച്ച്? കേട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം ചിലരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ലോഗോ തെറാപ്പി എന്ന് പറഞ്ഞാൽ അത് സെർച്ച് ഫോർ മീനിങ് ഇൻ ലൈഫ്, അതാണ് അതിന്റെ ബേസിസ് ആയിട്ട് വരിക. നമ്മുടെ ഒരു ജീവിതത്തിന് നമ്മളെപ്പോഴും മീനിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം. അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഞാൻ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. അത് വിക്ടർ ഫ്രാങ്കൽ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ പ്രസിദ്ധമായ ഒരു തെറാപ്പിയാണ് ഈ ലോഗോ തെറാപ്പി. ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദിസ് ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് ലോൺലിനെസ്. അദ്ദേഹം നാസിക് എന്താ പറയാ തടങ്കൽ പാളയത്തിൽ അദ്ദേഹം വർഷങ്ങളോളം കഴിച്ചു കൂട്ടിയപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഉരുത്തിരിഞ്ഞ കുറച്ച് ആശയങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷം അവിടെ ചെലവഴിച്ചപ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു മീനിങ് ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലോഗോ തെറാപ്പി ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസ് മോഡൽ ഉണ്ടാക്കി അദ്ദേഹം അത് പ്രചരിപ്പിച്ചത്. അപ്പോൾ ഈ ലോഗോ തെറാപ്പി വളരെയധികം ഫേമസ് ആണ്. ഓക്കെ. ഇത് ലോഗോ തെറാപ്പിയുടെ മീനിങ് ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിനൊരു മീനിങ് ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ഫ്രീഡം ടു വിൽ, അതായത് ഇച്ഛാശക്തി ഉണ്ടാകണം. ആ ഇച്ഛാശക്തിക്കുള്ള ഫ്രീഡം നമുക്കത് ഓരോ ആളുകൾക്കും ഉണ്ട്. നമ്മുടെ മനസ്സൊന്നും വേറെ ആരുടെയും കൺട്രോളിലല്ലല്ലോ, നമ്മുടെ തന്നെ കൺട്രോളിലല്ലേ. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏത് ഏജിലായാലും there is a meaning, അല്ലെങ്കിൽ there is a goal. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണം. ആഫ്റ്റർ റിട്ടയർമെന്റ് ആയാലും നമുക്ക് സോഷ്യൽ സർവീസസ് ഒക്കെ ഒരുപാട് ചെയ്യാമല്ലോ. സൊസൈറ്റിയെ സർവീസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നീഡ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ ആരാണോ അവർക്കൊക്കെ നമുക്ക് സർവീസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ വിക്ടർ ഫ്രാങ്കലിന്റെ ലോഗോ തെറാപ്പിയുടെ ഒരു ബേസ് മോഡല്. അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. എന്തായാലും ലൈഫിനൊരു മീനിങ് ഉണ്ടാവുക, ലൈഫിനൊരു ലക്ഷ്യം ഉണ്ടാവുക, അത് നമ്മൾ എന്താ പറയാ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ഈ ലോൺലിനെസ്സിനെ നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ചലഞ്ച്, നമുക്ക് ഇപ്പൊ ഒരു
പ്രതിജ്ഞ എടുക്കുന്ന പോലെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. അതായത് നമുക്കൊരു ചലഞ്ച് എടുക്കാം. കാരണം ഐ വിൽ കണക്ട് വിത്ത് ദിസ് വീക്ക്. ഈ ഒരുപാട് കണക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലോൺലിനെസ് നമുക്ക് എല്ലാ പ്രായത്തിലും, ഏത് പ്രായത്തിലും എത്ര കണക്ടിവിറ്റി ഉണ്ടാകുന്നു അത്രയും നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആദ്യം നമുക്ക് 1 to 1 ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കാം, പിന്നെ 1 to 2 ആക്കാം, പിന്നെ 1 to many ആക്കാം. അങ്ങനെ നമ്മുടെ നെറ്റ്വർക്ക് അങ്ങനെ ഇൻക്രീസ് ചെയ്യട്ടെ. അത് തന്നെയാണല്ലോ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഇടയിലായാലും നമ്മുടെ ഫൈസൽ സാറൊക്കെ നമ്മളോട് എപ്പോഴും പറയാറുള്ളത്, നമ്മൾ കണക്റ്റഡ് ആയിരിക്കുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റി. അപ്പൊ കണക്ടിവിറ്റി ബ്രിങ്സ് ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി ബ്രിങ്സ് പ്രോസ്പെറിറ്റി. നമ്മൾ കണക്ടിവിറ്റി ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, അല്ലെ? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരും. അപ്പൊ കണക്ടിവിറ്റി, ഓപ്പർച്യൂണിറ്റി, പ്രോസ്പെരിറ്റി, ഇത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരുപാട് പേര് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്, നമുക്കൊന്ന് ഒരു ചലഞ്ച് ഏറ്റെടുക്കാം. നമുക്ക് ആരെങ്കിലുമായിട്ടൊന്ന് നമുക്ക് പുതുതായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കാം? നമുക്കൊരു ഫ്രണ്ടിനെ വിളിക്കാം. നമുക്ക് ചിലപ്പോൾ കാലങ്ങളായിട്ട് വിളിക്കാത്തതായിരിക്കാം. നമുക്കൊരു പുതിയ കണക്ടിവിറ്റി ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോകാം. കേട്ടോ, വിസിറ്റ് റിലേറ്റീവ്, ആരെങ്കിലും റിലേറ്റീവിനെ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിൽ നമുക്ക് പങ്കെടുക്കാം. ആരെങ്കിലും നമുക്ക് സഹായിക്കാം. ഒരു ന്യൂ ഹോബി തുടങ്ങാം. അപ്പൊ 1 person ഐ വിൽ കണക്ട് ടു ദിസ് വീക്ക് എന്നൊരു പ്രതിജ്ഞ നമുക്ക് മനസ്സിൽ നമുക്ക് അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ എന്റെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നതിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യകത ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനും ഒരുപാട് കണക്ടിവിറ്റി ദിനംപ്രതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും അതിങ്ങനെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയാൻ പറ്റില്ല, ഒരു അപേക്ഷയാണ്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ലോൺലിനെസ്, ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ലോൺലിനെസ് എന്താണെന്ന് മനസ്സിലായി. ഒരു ഫീലിംഗ് ആണ്, മറ്റേ പെർമനന്റ് കണ്ടീഷൻ. അത് പെർമനന്റ് ഇല്ല, നമുക്ക് മാറ്റാം. മറ്റുള്ളവരുടെ സഹായം, നമ്മൾ ലോൺലിനെസ് അനുഭവിക്കുന്നവരെ ആരാണെങ്കിലും നമ്മൾ അവരെ സഹായിക്കാനും കൂടി നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഹ്യൂമൻ കണക്ഷൻ എന്നതാണ് ബേസിക് നീഡ്. അത് തന്നെയാണ് മിസ്റ്റർ ഫ്രാങ്കിൾ പറഞ്ഞു വെച്ചിട്ടുള്ളതും. നമ്മൾ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകുക, ഒരു ലക്ഷ്യമുണ്ടാകുക, അത് ഏത് ഏജിലായാലും നമ്മൾ അത് കീപ്പ് ഇൻ മൈൻഡ്, നമ്മുടെ മൈൻഡിൽ അത് കീപ്പ് ചെയ്താൽ നമുക്ക് ഈ ലോൺലിനെസ്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ലോൺലിനെസ് നോട്ട് ക്യൂർഡ് ബൈ ബീയിങ് വിത്ത് പീപ്പിൾ. ആളുകളുടെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളതല്ല, ആളുകളുമായി കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ ഈ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളിപ്പോ വരുമ്പോ നമ്മുടെ ഫ്ലോറിൽ ഒരുപാട് പേരെ കാണുന്നുണ്ട്. പക്ഷെ കണക്റ്റഡ് ആണോ എന്നുള്ളത് ആണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ അവരെ പേഴ്സണലി വിളിച്ച് നമുക്കൊന്ന് കണക്റ്റഡ് ആവാൻ, അറ്റ്ലീസ്റ്റ് വൺ ഇൻ എ വീക്ക് എന്നാണ് ഒരാളുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആകാൻ ഒരു ആഴ്ചയിൽ നമുക്ക് നോക്കാം എന്നുള്ളൊരു ചെറിയ ചലഞ്ചാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാം. ഇത്തരത്തിൽ നമുക്ക് ലോൺലിനെസ്സിൽ നിന്ന് നമുക്കൊരു രക്ഷ തേടാം എന്ന് ആണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് സ്പീഡിലൊക്കെ ആയിപ്പോയി എന്ന് തോന്നുന്നു, ക്ഷമിക്കണം. അപ്പൊ എല്ലാവരും, ഇനി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾക്കും കുറെ പറയാനുണ്ടാവുമല്ലോ. എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക്, ആഡ് ഓൺസ് എല്ലാം ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇത്ര നേരം കേട്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്താം കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഓക്കെ. ഇത് ഈ റിട്ടയർമെന്റ് ഇത് നമുക്ക് സർവീസിലൊക്കെ ഉള്ളവർക്ക് ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് ഇതിനകത്ത് മാഡം സ്പീഡിലൊന്നും ആയിരുന്നില്ല. എല്ലാ പോയിന്റ്സും പറഞ്ഞു. ഇനി പറയാൻ പോയിന്റ്സ് ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും വന്നു. വെരി ഗുഡ് സെഷൻ. പിന്നെ ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇപ്പം റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത്രാം തീയതി നമ്മൾ റിട്ടയർ ആവും. അപ്പൊ നമ്മൾ ശരിക്കും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പ്രിപ്പയർഡ് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോവില്ല. പിന്നെ ഈ ഓൾഡ് ഏജിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അപ്പൊ ഈ ചില ഫിസിക്കലി ഫിറ്റ് ആയെങ്കിൽ മാത്രമേ മെന്റലി. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ മറക്കുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായ കാര്യമാണ്. വീട്ടിൽ തിരക്കുണ്ട്,
മറ്റു മറ്റു അതെ 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 കാര്യങ്ങൾ. നമ്മൾ പക്ഷേ അത് തന്നെ എസ്കേപ്പ് ചെയ്യും എല്ലാവരും. പിന്നെ ഈ പറഞ്ഞ ആ പോലെ ബെഡ് റിഡൻ ആയിട്ടുള്ള ശരിക്കും പേഷ്യൻസിന്റെ കഴിഞ്ഞാല് കാര്യം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. കുറച്ച് പേര് ശയ്യാവലംബരായിട്ടുള്ളത് അല്ലെങ്കിൽ ഫിസിക്കൽ ചലഞ്ചസ് അനുഭവിക്കുന്ന ആളുകളും എല്ലാം വീട്ടിൽ ഒറ്റപ്പെടുന്നവരാണ്. അവരെ കൂടി നമ്മളൊന്ന് ചേർത്ത് വെക്കണം. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എല്ലാവരും അവരെ കൂടി ലോൺലിനെസ്സിൽ നിന്ന് രക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. എന്ന് പറയുമ്പോഴേ ശരിക്കും ഞാൻ എൻ്റെ പേഷ്യൻസിനെങ്കിൽ പറയാറുണ്ട്, ഈ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഡോക്ടർ മഴ ആയതുകൊണ്ട് നടക്കാൻ പോകാൻ പറ്റിയില്ല, അപ്പം മുടങ്ങിപ്പോയി. വേണ്ടെന്നേ, നമ്മൾ റൂമിൽ നിന്നിട്ട് നമ്മുടെ ജോയിൻസ് എല്ലാം ഒന്ന് നിവർക്കുകയും മടക്കം ചെയ്യുക. എല്ലാ ജോയിൻസും ഒന്ന് നിവർക്കുകയും മടക്കം ചെയ്യുക. ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 25 പ്രാവശ്യം ഒന്ന് നോക്കുകയും മടക്കം ചെയ്യുക. പിന്നെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പേരുണ്ട്, യോഗയിലും വരുന്നതുണ്ട്. യോഗയിൽ ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത് മലർന്ന് കിടന്നുകൊണ്ട് സൈക്ലിംഗ് എന്ന് പറയുന്നതാണ്. നമുക്ക് യോഗയിലും വരുന്നതാണ്, എക്സസൈസിലും വരുന്നതാണ്. നമുക്ക് സൈക്ലിംഗ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു യാത്ര പോയാലും എവിടെ പോയാലും ശരി, നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് സൈക്ലിങ്. അതേപോലെ തന്നെ തലയുടെ പുറവശത്ത് കൈ കോർത്ത് പിടിച്ച് തലയുടെ പുറവശത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാലും ദേഹവും മുകളിലേക്ക് ഉയർത്തുക. കമന്ന് കിടന്നിട്ട് കാലും ദേഹവും മുകളിലേക്ക് ഉയർത്തുക. അങ്ങനത്തുള്ള സിമ്പിളായിട്ടുള്ള എക്സസൈസുകളുണ്ട്. ആ എക്സസൈസിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഒന്ന് ജോയിന്റ് മൊബിലിറ്റി. എപ്പോഴും തേയ്മാനമാണ് നമ്മൾ ഈ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വേദനകളും ഇതാണ് നമ്മൾ ശരിക്കും ഓൾഡ് ഏജിൽ നമ്മൾ അനുഭവിക്കുന്നത് റിയലി. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ എക്സസൈസുകൾ ചെയ്യുക. അത് കുറച്ച് പ്രാവശ്യമെങ്കിലും, എത്ര ബിസി ആണെങ്കിലും ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫിസിക്കലി ആൾമോസ്റ്റ് ഫിറ്റ് ആവും. മറ്റു കാര്യങ്ങളിൽ പിന്നെ ഇത് പുസ്തകങ്ങൾ വായിക്കുക, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ശരിക്കും ഇത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒഴിവാക്കുന്ന കാര്യമാണ്. ചെറുപ്പക്കാര് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് കണ്ടിട്ട് അവരതൊക്കെ ഒഴിവാക്കും. അത് ഒരു റെഗുലറായിട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 പ്രാവശ്യമെങ്കിലും എല്ലാ ജോയിൻസും ഒന്ന് നിറക്കി മടക്കം ചെയ്യാം. നമ്മുടെ ജോയിൻസിന്റെ മൊബിലിറ്റി, മസിൽസ് വീക്കാവുന്നതാണ് ഓൾഡ് ഏജിൽ വരുന്ന പ്രശ്നം. മസിൽസ് ബലപ്പെടും, നെർവ്സ് ബലപ്പെടും, രക്ത ഓട്ടം നല്ല രീതിയിൽ നടക്കും. അപ്പം എല്ലാ രീതിയിലും നമ്മൾ ഒരുമാതിരി കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. അതാണ്. നല്ല സെഷനായിരുന്നു. എല്ലാ പോയിന്റ്സും ഈ പിന്നെ സ്ലൈഡ് പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പണിയല്ല. സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണം. അതെ, അതൊന്നും അല്ല, ഞാൻ തനിയെ പ്രിപ്പയർ ചെയ്തതാണ്. കുറച്ച് വർക്ക് ഉണ്ട് അതിന്റെ ഇടയിൽ. കാരണം ചില വളരെ അപൂർവമായിട്ട് ഞങ്ങൾ സ്ലൈഡ് പ്രൊജക്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കാറുള്ളൂ ഇതിനകത്ത്. പക്ഷേ ഇത് ഈ ഒരു നല്ല പ്രിപ്പറേഷൻ ആയിരുന്നു, നല്ല സെഷനായിരുന്നു. താങ്ക് യു. ഹാർട്ട്ഫുൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. താങ്ക് യു. അംബിക മാം, എക്സലന്റ് പ്രസന്റേഷൻ കേട്ടോ. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കവർ ചെയ്തു. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ലോൺലിനെസ് എന്താണെന്ന് നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും പിന്നെ അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കാര്യവും എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള കാര്യം വരെയും കൊണ്ടെത്തിച്ചു. സോ വളരെ ഫുൾ കവറേജ്, എല്ലാ ഏരിയകളും കവർ ചെയ്ത് ആ PPT കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണല്ലോ. നമുക്ക് കുറച്ചുകൂടെ അത് ശ്രദ്ധിക്കാനും പിന്നെ വിഷ്വൽ ഇഫക്റ്റ് ഉണ്ട്, നമുക്ക് വായിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ വലിയ അതിന്റെ വേർഡിങ്സും ഇച്ചിരി വലിപ്പമുള്ളതുകൊണ്ട് നമുക്ക് വായിക്കാനും പറ്റും. സോ അങ്ങനെ എല്ലാ രീതിയിലും വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. സോ കൺഗ്രാറ്റുലേഷൻസ്, വെൽ ഡൺ. ഓക്കെ, എല്ലാവരും ഈ ലോൺലിനെസ് എന്നുള്ള ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. അതിന് നമ്മൾ തന്നെ കോൺഷ്യസ് ആയിട്ടുള്ള എഫർട്ടുകൾ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ അതെ, അത് നമുക്കാണ് അത് ചെയ്യാൻ പറ്റുന്നത്. വേറൊരാൾക്ക് നമ്മളെ സഹായിക്കാനും പറ്റത്തില്ല. വി ഹാവ് ടു ഡു തിങ്സ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. സോ
യെസ്, വെരി ഗുഡ്, വെൽ പ്രസന്റഡ്. താങ്ക് താങ്ക് യു യു. താങ്ക് യു മാം. അംബിക മാം, ഗുഡ് മോർണിംഗ്. വിജു സുഖമായിരിക്കുന്നല്ലേ? അതെ, കുറെ സുഖായിട്ടിരിക്കുന്നു. ദിവസമായി കണ്ടിട്ട്. കൊള്ളാം, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇത്തിരി നേരം ഒത്തിരി ദൂരം എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തിരി നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് നേരത്തെ ആരോ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടൈം ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല എന്ന്. ശരിക്കും ടൈം ഇത്തിരിയും കൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എല്ലാ മോർണിംഗ് സർക്കിളുകളും ഓരോ ഓർമ്മപ്പെടുത്തലായിട്ടാണ് പലരും ഇവിടെ അഭിപ്രായം പറയാറ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ, ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ലോൺലിനെസ്സും ഉണ്ടാവും. ഇപ്പം കഴിഞ്ഞ ദിവസം സൂസൻ മാം പറഞ്ഞിരുന്നു, നമ്മൾ ചില ആളുകളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, അവരൊരിക്കലും നമ്മുടെ അടുത്തേക്ക് വരില്ല. അതൊരു തരം ലോൺലിനെസ് ആണ്. നമ്മളെ ആളുകൾ അന്വേഷിച്ച് വരാതിരിക്കുന്നത് ഒരു വലിയ ലോൺലിനെസ് ആണ്. അപ്പൊ അതും എന്താ പറയുക, അതും നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ബദൽ സൊല്യൂഷൻ കണ്ടെത്തുക. കാരണം അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല, നമ്മളെ മാറാൻ പറ്റുമെന്നാണ്. അപ്പൊ നമ്മൾ ആ ഒരു ലോൺലിനെസ്സിന്റെ സിറ്റുവേഷനാണ് ഉണ്ടാവുക. അപ്പൊ നമ്മളൊരു എൻഗേജ്മെന്റ് കാണുക. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കൂടി ഡെവലപ്പ് ചെയ്യുക. അപ്പൊ വളരെ നല്ലൊരു ക്ലാസ്, നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. താങ്ക് യു. ഇനിയും പുതിയ സബ്ജക്റ്റുമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ യുവർ ആഡോൺസ്. താങ്ക് യു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗുഡ് ഡേ. താങ്ക് യു. അംബിക മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ബിജു സാർ പറഞ്ഞോളം തന്നെ ലോൺലിനെസ് നമ്മൾ തന്നെ പറ്റുന്നതാണ്. പിന്നെ രാജേന്ദ്രൻ സാറ് പറഞ്ഞോളം നമ്മൾ പ്രിപ്പയർ ആയിരുന്ന പകുതി ലോൺലിനെസ് നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്റെ ഓഫീസിൽ പറഞ്ഞ ഞാൻ മാത്രമാണ് ചിരിച്ചുകൊണ്ട് റിട്ടയർ ആയ ഒരു വ്യക്തി എന്ന് പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് തീർത്തു എന്നുള്ള സംതൃപ്തി എനിക്കുണ്ടായി. എനിക്ക് അതിന് വിട്ടുപോരാനും ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഓ ഈ മാഡം മാത്രം ഇങ്ങനെ ചിരിച്ചു സന്തോഷവതിയായിട്ട് എങ്ങനെ റിട്ടയർ ആയിക്കോളൂ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ ബിജു സാർ പറയുമ്പോൾ തന്നെ നമ്മള് തീരുമാനിച്ച നമ്മുടെ ലോൺലിനെസ് പകുതിയായിട്ട് മാറ്റാൻ പറ്റും നമുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു മാഡം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു മാം. ശരി താങ്ക് യു. ശരി. ഗുഡ് മോർണിംഗ് അംബിക മാം. റഫൂട്ട് അല്ലേ? സൗണ്ട് കേൾക്കുമ്പോ മനസ്സിലായി. സാറല്ലേ? അതെ അതെ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഈ ലോൺലിനെസ് എന്റെ ഇതില് രണ്ട് തരം ഉണ്ട്. ഒന്ന് കാണുന്നില്ല അല്ല, കേട്ടോ. ഇന്ന് കാണണ്ട, ഇന്ന് കേട്ടാ മതി. എന്താണ് ലോൺലിനെസ് രണ്ട് തരമുണ്ട്. ഒന്ന് നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഈ സ്ത്രീകളൊക്കെ ചില ജോലിയൊന്നും പോകുന്നുണ്ടാവില്ല, അല്ല വീട്ടിൽ തന്നെ ആയിരിക്കും, അധികം സോഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങളെ ഉണ്ടാവാത്തൊരവസ്ഥ. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം വർക്ക് പ്ലേസിലാണെങ്കിലും നമ്മളൊന്നിലും കൂട്ടില്ല അല്ലെ, അവരെല്ലാം പ്ലാൻ ചെയ്യും. കുറെ പേര് നമ്മളൊന്നും അറിയല്ല എന്തൊക്കെയാ നടക്കുന്നത്, അങ്ങനെ ഉണ്ടാവും. എനിക്കൊന്നും അതാണ് ഏറ്റവും ഭീകരം. അപ്പൊ നേരത്തെ രാജേന്ദ്രൻ സാർ പറഞ്ഞ പോലെ നമ്മള് പ്രിപ്പയർഡ് ആയിരിക്കുക, ഒറ്റക്ക് ജീവിക്കാനും കൂടെ ശീലിക്കുക അല്ലെ. ആരും ഇല്ലാത്തൊരു അവസ്ഥ വന്നാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കുക. പിന്നെ നേരത്തെ മാം നമ്പർ കൂട്ടുന്ന കാര്യം പറഞ്ഞു, സർക്കിള്. എന്റെ ഒരു അഭിപ്രായത്തില് ക്വാളിറ്റി ഉള്ള ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ക്വാണ്ടിറ്റി ഒരു അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നല്ല സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന. നമ്മളോട് സൂസൻ മാം പറയുന്ന പോലെ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന, നമ്മളെ വെറുതെ ഇങ്ങനെ ഉപയോഗിക്കുക മാത്രമല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം വരികയല്ലാതെ വല്ലപ്പോഴൊക്കെ നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർക്കിള്. അത് നമുക്ക് കുറെയൊക്കെ കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഈ വാട്സാപ്പിലൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ നമ്മളാണ് എപ്പോഴും അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നെങ്കിൽ അത്തരം ഫ്രണ്ട്സിനെയൊക്കെ അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിന്റെ ആവശ്യമില്ല. അപ്പം അവനവനെ പ്രയോറിറ്റൈസ് ചെയ്യുക. എനിക്കൊന്ന് ആസ് വി ഏജ് ഇതൊക്കെ പഠിക്കും നമ്മള്. ചെറുപ്പത്തിലൊക്കെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, അതൊക്കെ രസമായിട്ട് തോന്നും. പക്ഷെ പിന്നെ ഇങ്ങനെ നമ്പർ കുറഞ്ഞു വന്നാലും നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു അടിപൊളി സെഷൻ ആയിരുന്നു. പിന്നെ മാമിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. മാമിന്റെ എല്ലാ PPT ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മാം എല്ലാവരും AI കൊണ്ട് ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് കൊണ്ടുവരുമ്പോൾ മാം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് PPT കൊണ്ടുവരാറ്.
അത് അതെ അതിന് സാർ, പ്രത്യേകം എഐ എന്ന് അഭിനന്ദനം. പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ആയിരിക്കുമല്ലോ, നമ്മുടെ ഒന്നും അതിനകത്ത് അതെ ഉണ്ടാവില്ലല്ലോ. അതെ അതെ, പിന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും AI യിലാണ്. രണ്ട് തരത്തിൽ അതെ നമുക്ക് സെഷൻ എടുക്കാൻ പറ്റും. ഒന്ന്, നമ്മളൊരു ടോപ്പിക് കൊടുത്തിട്ട് AI നമ്മളോട് പറയുന്നു ഇതൊക്കെയാണ് ഇതിന്റെ കണ്ടന്റ്, അപ്പൊ അതെ എന്നിട്ട് നമ്മൾ അതങ്ങ് പഠിച്ചത് പ്രസന്റ് ചെയ്യാം. പക്ഷേ ഉം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതുപോലെ എഴുതി വെച്ചിട്ട് അതങ്ങ് പ്രസന്റ് ചെയ്യാം. എനിക്കൊന്ന് രണ്ടാമത്തേതാകുമ്പോഴാണ് ഒരു യുണീക്നെസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഏത് അതെ അതെ, ഒരു നമ്മുടെ ടോപ്പിക്കിൽ ഒരു എവിടെ കേട്ടാലും എല്ലാം ഒരുപോലെ ഇരിക്കും. സിഗ്നേച്ചർ അതെ, ഉണ്ടാവൂല അതിനകത്ത്. യെസ് യെസ്, നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാവില്ല. അതെ അപ്പൊ അതെ, എന്തായാലും നല്ല അത് ഞാൻ സെഷൻ. ഇഷ്ടപ്പെടുന്നു. താങ്ക് യു മാം. താങ്ക് യു സാർ, താങ്ക് യു. ഹലോ അംബിയ ടീച്ചർ. പിന്നെ യാ, കണ്ടിട്ട് കുറെ ആയല്ലോ. ഏതായാലും ഇന്നത്തെ സെഷന് സൂപ്പറാക്കി. അതായത് ഇപ്പൊ സാർ പറഞ്ഞതുപോലെ തന്നെ മാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയ ആ സ്ലൈഡും അതിന്റെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒക്കെ സൈക്കോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി ടോപ്പിക്കുകളായിട്ടാണ് വരിക. എന്നാലും ഞാൻ ടോപ്പിക് കണ്ടപ്പോഴേ വിചാരിച്ചു ഇതൊരു പുതിയൊരു അതായത് നമുക്കറിയാം, പക്ഷെ അത് സൈക്കോളജിക്കൽ വേയിൽ മാം അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഈ ഒറ്റപ്പെടലും ഏകാന്തത. ചില സിറ്റുവേഷനിൽ നമ്മൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അതായത് ഈ ഏകാന്തമായി ഇരിക്കുക എന്ന് പറയുന്ന ഇത് നമ്മൾ ആഗ്രഹിക്കാറും ചില സമയത്ത് നമുക്കത് നമ്മളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്കത് യൂസ്ഫുൾ ആവാറുണ്ട്. പക്ഷെ എന്നാൽ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും വേദനാജനകം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ സീനിയർ സിറ്റിസൺസിന്റെ കേസിലാണ് ഏറ്റവും ഭീകരം. സീനിയർ സിറ്റിസൺസ്, അതെ അതെ അത് പിന്നെ വളരെ ബെഡ്റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ്, ഫിസിക്കലി അതെ ചലഞ്ചഡ് അതെ ആയിട്ടുള്ളവർ, അതെ. ഇവരൊക്കെ വളരെയായിട്ട് സിവിയറായിട്ട് അത് അനുഭവിക്കുന്നുണ്ട്. ചില അപ്പൊ നമ്മളെ സമയങ്ങളിൽ നമ്മൾ വിചാരിക്കല്ല നമുക്ക് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഒന്ന് അതെ സംസാരിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് നമുക്ക് ആരെയും കിട്ടാറില്ല, എല്ലാവരും തിരക്കായിരിക്കാം അല്ലെ. പ്രത്യേകിച്ച് സത്യം ഈ ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ അസുഖങ്ങൾ ഉള്ള ആ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷനിൽ എന്താണ് എക്ടോപിക് പ്രഗ്നൻസിന്റെ സിറ്റുവേഷനിൽ 1 മന്ത് പിന്നെ ഹോസ്പിറ്റലൈസ്ഡ്, പിന്നെ വീട്ടിൽ വന്നിട്ട് 1 മന്ത് ഫുൾ റെസ്റ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഒരു 2 വീക്സ് അമ്മ എങ്ങനെയോ നിന്ന്, പിന്നീട് അമ്മ പോയ സമയത്ത് പിന്നെ എന്താ രാവിലെ കഴിഞ്ഞ ഹസ്ബൻഡും പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക്, അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ മോള് സ്കൂളിൽ പോയാൽ അന്നപ്പോൾ ഞാൻ വിചാരിക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ. ഫോണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും അതിൽ കുറെ കഴിയുമ്പോൾ ഫോക്കസ് ചെയ്യാൻ മടുക്കും പറ്റില്ല. നമുക്ക്. അങ്ങനെയുള്ള അത് കുറച്ച് വർഷം മുൻപാണ്. അന്ന് പിന്നെ PSCന്റെ ഒരു ഭ്രാന്തായിട്ട് അതിങ്ങനെ നോക്കുന്നല്ലാതെ, എന്നാലും അത് ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് ഒക്കെ അതൊക്കെ ഒന്നും നമുക്ക് സാധിക്കാത്ത ആ ഒരു അവസരത്തിലൊക്കെ നമ്മൾ വിചാരിക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് കഥയൊക്കെ പറയാനുണ്ടായിരുന്നെങ്കിൽ അല്ല എന്തെങ്കിലും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഒറ്റപ്പെടൽ ചില സമയത്ത് നമുക്ക് വേദന തന്നെയാണ്. അങ്ങനെ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ വളരെ ഒന്നുകൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ മാം തന്നു. ഒരുപാട് നന്ദി. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. താങ്ക് ഇനിയും യു, നല്ല നല്ല ടോപ്പിക്കുമായി മാം ഇനിയും വരിക. ഓക്കെ, താങ്ക് യു. താങ്ക് യു ശ്രീന, താങ്ക് യു. ഓക്കെ, സമയമായിരുന്നു നമ്മളല്ലേ. വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. നമുക്ക് വൈകിട്ടേ. താങ്ക് യു അംബിക മാം, താങ്ക് യു സോ താങ്ക് യു. മച്ച്. യെസ്, എല്ലാവർക്കും നല്ല ദിവസം. Thank you. Wishing all a good day. Bye. ബൈ ബൈ. താങ്ക് യു, താങ്ക് യു. ബൈ ബൈ. എല്ലാവർക്കും നന്ദിയും സ്നേഹവും എല്ലാവർക്കും നല്ലൊരു ദിവസം. അറിയിച്ചുകൊണ്ട്